ഒരു അവാർഡ് ഫംഗ്ഷൻ കാണാൻ പോയാലോ? വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. അപ്പോൾ ഞാനിവിടെ ഉള്ളത് സ്കൈ വൺ, സ്കൈ വാക്ക് അല്ലെങ്കിൽ അബ്ബ മോൾ, ഏത് പേര് വേണമെങ്കിലും അറിയപ്പെടുന്ന ഒരു മോളാണ്. ഇവിടെയാണ് സ്റ്റുഡിയോ വണ്ണിൻ്റെ അവാർഡ് ഫംഗ്ഷൻ നടക്കുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് ഇവിടെ ഈ അവാർഡ് ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയത് കൊണ്ട് മാത്രമല്ല, എൻ്റെ ഫ്രണ്ടിന് അവാർഡ് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മോളിൽ നിന്നുള്ളൊരു വ്യൂ. ജസ്റ്റ് ഒരു ക്രൗഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മോളിൽ നിന്ന് വ്യൂ കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും സീറ്റഡ് ആണ്. അപ്പോൾ മോളിൻ്റെ സെൻട്രലായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. എൻ്റെ ആന്ധ്ര ഫ്രണ്ടായ ഷർമിളയാണ് അവാർഡ് കൊടുക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് വിളിച്ചിരിക്കുന്നത്. പക്ഷേ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ഷർമിളയ്ക്ക് അവാർഡ് റിസീവ് ചെയ്യേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിന് അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. റിയലി ഇത് മുമ്പ് ഒരു ഇൻഡിക്കേഷനും അവർ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഷർമിളയ്ക്ക് എന്തായാലും നല്ല അടിപൊളി ഒരു അവാർഡ് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മെഡൽ കിട്ടി. അതിനുശേഷം താഴേക്ക് ഇറങ്ങി വരാൻ നോക്കിയപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്പോൾ അവർ പറഞ്ഞു നിൽക്കാൻ പറഞ്ഞു, അവാർഡ് ഇനി കൊടുത്തു തുടങ്ങാം എന്നുള്ളത്. അതിനുശേഷം ദൂരെയായിട്ട് കുറേ ആക്ടേഴ്സിനും സീരിയൽ വെബ് സീരീസിലുള്ളവർക്കും പിന്നെ ജയിലറിൽ സപ്പോർട്ടിംഗ് ആക്ടറായിട്ടുള്ള അവർക്കൊക്കെ കുറച്ച് പേർക്കൊക്കെ ഷർമിള അവാർഡ് കൊടുത്തു. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇതൊന്നുമല്ല. ഇതൊക്കെ ഒരുപാട് ഫംഗ്ഷൻസ് ഇതുപോലെയൊക്കെ നടക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് അവാർഡ് കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട്, റിസീവ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാണുന്നുണ്ട്. നല്ല അടിപൊളി ആങ്കേഴ്സ് ആയിരുന്നു ഇവിടെ അവതരിപ്പിച്ചിരുന്നത്. മുത്തു ആൻഡ് കല്യാണി, ഈ ഒരു പെയറാണ് ഇവിടെ സ്ഥിരമായിട്ട് സ്റ്റുഡിയോ വണ്ണിന് വരാറുണ്ടായിരുന്നത്. നല്ല അവതരണമാണ്. വർഷങ്ങളായിട്ട് ഇവരെ കണ്ട് എനിക്ക് നല്ല മുഖവിജയമായി. കൂടാതെ നമ്മളെ അടുത്തിടെ വിട്ടുപിരിഞ്ഞ നമ്മുടെ കൊമേഡിയൻ ആക്ടറായ റോബോ ശങ്കറും ഫാമിലിയും ഇതുപോലെ സ്ഥിരമായി സ്റ്റുഡിയോ വണ്ണിൻ്റെ പ്രോഗ്രാംസിന് വന്ന് അവാർഡ് കൊടുക്കുകയും റിസീവ് ചെയ്യുകയും ചെയ്ത് അവരെയും കണ്ട് വളരെ ഫെമിലിയർ ആയിട്ടുണ്ടായിരുന്നു. എത്ര മലയാളികൾക്ക് അദ്ദേഹത്തിനെ അറിയും എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പോലും ഇവിടെ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ പറ്റി അറിയാൻ തുടങ്ങിയത്. നോട്ട് ഓൺലി ആൻ ആക്ടർ ബട്ട് എ ഗുഡ് ഹ്യൂമൻ ബീങ് എന്നാണ് അവിടെ സ്റ്റേജിൽ കയറിയ ഓരോരുത്തരും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. നല്ലൊരു അടിപൊളി ജോളി ഫാമിലി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. ഇവർ എപ്പോൾ ഇവിടെ വന്നാലും നല്ലൊരു കോളിളക്കം സൃഷ്ടിക്കാറുണ്ടായിരുന്നു ഈ ഒരു ഫംഗ്ഷൻ. ഇവരില്ലാത്ത ഒരു സ്റ്റുഡിയോ വൺ അവാർഡ് ഫംഗ്ഷൻ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഒരുപാട് വർഷമായി ഈ ഒരു അവാർഡ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നു. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞ് അധികമായിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫാമിലി, അതായത് നമ്മുടെ ബിഗിലെ ഫേമസ് ആയിട്ടുള്ള പാണ്ഡ്യമ്മ എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച ഇന്ദ്രജയാണ് അദ്ദേഹത്തിൻ്റെ മകൾ. ഇന്ദ്രജയും അമ്മയും ഇന്ദ്രജയുടെ ഹസ്ബൻഡും അവരുടെ ബേബിയുമാണ് ഇപ്പോൾ സ്റ്റേജിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ദ്രജയെ അറിയാത്തവർ ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പാണ്ഡ്യമ്മ എന്നാണ് ഇന്ദ്രജയുടെ പെറ്റ് നെയിം, ആ കഥാപാത്രത്തിൻ്റെ പേര്. അവർക്ക് വേണ്ടി സ്റ്റുഡിയോ വണ്ണിൻ്റെ വക ഒരു വിലമതിക്കാനാവാത്ത ഒരു സമ്മാനമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റോബോ ശങ്കറിൻ്റെ ഒരു പെയിൻറ്റിങ്, വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു മൊമെൻ്റാണിത്. പക്ഷേ ആരും തന്നെ കരഞ്ഞില്ല. കാരണം ആരുടെയും മനസ്സിൽ അദ്ദേഹം വിട്ടുപിരിഞ്ഞതായിട്ട് തോന്നിയിട്ടുമില്ല. ഇനി നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് അവരെന്താണ് റോബോ ശങ്കറിനെ കുറിച്ചും அவருடைய இப்போது சிச்சுவேஷனை പറയുന്നതെന്ന് கேட்கலாம். போயிருக்காரு. அவர் சார்பாக நான் மன்னிப்பு கேட்டுக்கிறேன். ஏன்னா நீங்கள் எல்லாரும் அவர் வந்திருக்கணும்னு எதிர்பார்த்துட்டு வந்திருப்பீங்க. இன்றைக்கி ஏமாற்றத்தோடு உட்காந்துருக்கீங்க. கண்டிப்பாக அவர் வருவார். ஏன்னா இங்கே நிற்கிற மொத்த கலைஞர்களோட ஒரு சக்ஸஸ்லையும் அவர் வந்து நிற்பார், வாழ்த்துவார், கை தட்டுவார், ரிசீவ் அடிப்பார், கொண்டாடுவார். அதே மாதிரி தான் என்னோட பாப்பாவோட தம்பியோட வரும் அடுத்த வாரிசு எங்கள் வீட்டோட ஹீரோ நட்சத்திரோட வளர்ச்சியிலையும் அவர் இருப்பார். எல்லாருக்கும் வணக்கம். ஃபர்ஸ்ட் ஆஃப் ஆல் இங்கே இருக்க எல்லாருக்குமே பெரிய தேங்க்யூ. அப்பாக்காக இவ்வளோ நேரம் ஸ்பெண்ட் பண்ணுறது. அண்ட் அப்பா எங்கேயுமே போல இங்கெல்லாம் இருக்காரு. பின்னாடி தான் அவர் வந்து அவங்க எல்லாரையும் பார்த்துட்டே இருக்காரு. அந்த நம்பிக்கையில் தான் அடுத்த ஓட்டம் நாங்கள் ஓடுறோம். ஆமாம், எல்லாருக்குமே நாங்கள் சொல்லிக்கிறோம், நாங்கள் வந்து கோடிக்கணக்கான சொத்து வச்சிருக்கோம். மாமா சொன்ன மாதிரி எல்லா ஊர்லேயும் எல்லா இடத்தையும் அவரை நேசிக்கிற எல்லாருமே எங்களுக்கு சொத்து தான். இங்கே மேடையில் மட்டுமே ஒரு 25 கோடி வச்சிருக்கேன். டிஎஸ்கே அவங்க எல்லாருமே எனக்கு 10 கோடிக்கு சமம். ஸோ அப்படிப்பட்ட பலத்தை தான் எங்கள் அப்பா எங்கிட்ட இன்றைக்கி விட்டுட்டு அவர் எங்கேயுமே போகலை. எங்களுக்குள்ள பின்னாடி நின்று தங்கங்களாம் நீங்கள் முன்னாடி போங்க, அப்பா பின்னாடி நின்று உங்களை சப்போர்ட்டிவாக பிளஸ் பண்ணுறேன் அப்படின்னு தான் இப்பயும் எங்கள் பின்னாடி நிற்கிறாரு. ஸோ அதனால் நாங்கள் கோடிக்கணக்கான சொத்து வச்சிருக்கோம். அன்பால சேர்ந்த சொத்து. மற்றபடி ஃபினான்ஷியலாக எங்களுக்கு எவ்வளோ விஷயங்கள் கஷ்டங்கள் இருக்குது, நாங்கள் இல்லைன்னு சொல்லலை. ஆனால் அது எதையுமே நாங்கள் பயந்து ஓரமாக நிற்க மாட்டோம். கண்டிப்பாக அடுத்தடுத்த விஷயத்தை நோக்கி ஓடிக்கிட்டே இருப்போம். அம்மாவை பற்றி யாருமே கவலைப்பட வேணாம். நாங்கள் 2 பேரும் ரொம்ப பத்திரமா பார்த்துப்போம். அது நாங்கள் கொடுக்குற ப்ராமிஸ். யாருமே வந்து அம்மா இதுக்கப்புறம் ஒர்க் போக மாட்டாங்களோ அப்படின்லாம் எதுவுமே கிடையாது. பிரியங்கா ரோபோ சங்கர் மட்டும் தான் இருப்பாங்க. இதுக்கப்புறம் வந்து அவங்க இன்னும் நிறைய துறைகளில் நீங்கள் சக்ஸஸ்ஃபுல்லாக பார்ப்பீங்க. அதுதான் நானும் மாமாவும் அப்பாவுக்கு கொடுக்குற மரியாதை. ஸோ அதனால் அம்மாவை நினச்சி யாருமே பயப்பட வேண்டாம். அண்ட் நீங்கள் இருக்க யாருமே அழாதீங்க. அப்பாவுக்கு அழுதா பிடிக்காது. ஸோ எல்லாம் சிரிச்சுட்டே இருங்க. எங்கே சிரிப்பு இருக்கோ, எங்கே நகைச்சுவை இருக்கோ, எங்கே அந்த இடத்துல சிரிப்பு சொல்லிக்கிறோம், அவங்க அப்பா உடனே வந்து நிற்பாரு. அந்த நம்பிக்கை தான் எங்களுக்குமே. தேங்க்யூ ஸோ മച്ച്. വാക്കുകൾ എനിക്ക് വളരെയധികം സന്തോഷവും എനർജിയും അറ്റ് ദ സെയിം ടൈം കുറച്ച് ഇമോഷണലുമാക്കി. കാരണം സ്വന്തം അച്ഛൻ വിട്ടുപിരിയുമ്പോൾ ഒരു മകൾക്കുണ്ടാകുന്ന വേദന എന്താണെന്നും അദ്ദേഹം നമ്മുടെ കൂടെ തന്നെയുണ്ട്, സപ്പോർട്ടീവായിട്ട് നമ്മുടെ കൂടെ, നമ്മുടെ പിന്നിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനേ ഇനി നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് കരയുകയോ വിഷമിക്കുകയോ അരുത്. അച്ഛൻ നഷ്ടപ്പെട്ട ഏതൊരു മക്കളുടെയും വേദന മനസ്സിലാക്കുന്ന ഞാൻ പ്രിയങ്കയുടെ കൂടെ യോജിക്കുന്നു. അപ്പോൾ ഇതാണ് അവാർഡ് വിശേഷങ്ങൾ. ഇന്നത്തെ അവാർഡ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ള റീസൺ ഇതായിരുന്നു. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.